പണ്ട് ആമസോൺ കാടിന്റെ ഉള്ളിൽ ഒരു ഗോത്രവർഗ രാജാവിന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു, ഇയാര. ഇയാര വെറുമൊരു രാജകുമാരിയായിരുന്നില്ല, ആണുങ്ങളെക്കാൾ കരുത്തുള്ള പോരാളിയായിരുന്നു അവൾ. വില്ലും അമ്പുമെടുത്തവൾ കാട്ടിലിറങ്ങിയാൽ ഒരിര പോലും രക്ഷപ്പെടില്ല. ജാഗ്വാറുകളെ പോലെ വേഗവും പരുന്തിനെ പോലെ കൂർമ്മ ബുദ്ധിയും. ഗോത്രതലവനായ അച്ഛന് മകളെക്കുറിച്ച് വലിയ അഭിമാനമായിരുന്നു. ഭാവിയിൽ എൻ്റെ ഗോത്രത്തെ നയിക്കാൻ പോകുന്നത് എൻ്റെ മകളാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ഇയാരയുടെ ഈ വളർച്ച കണ്ട് സഹിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു, അവളുടെ സ്വന്തം സഹോദരന്മാർ. ഒരു പെണ്ണ് നമ്മളെ ഭരിക്കുകയോ, അച്ഛൻ നമ്മളെ അവഗണിച്ചില്ലേ എന്ന ചിന്ത അവരുടെ മനസ്സിൽ വിഷം നിറച്ചു. അസൂയ മൂത്ത് ഭ്രാന്തായ അവർ ഒരു തീരുമാനമെടുത്തു: ഇയാരയെ തീർത്തു കളയുക. ഒരു അമാവാസി രാത്രി, കാട് മുഴുവൻ നിശബ്ദമായി ഉറങ്ങുന്ന സമയം, ഇയാരയുടെ കുടിലിലേക്ക് നിഴലുകൾ പോലെ സഹോദരന്മാർ ഇരച്ചു കയറി. അവരുടെ കയ്യിലുള്ളത് തിളങ്ങുന്ന കത്തികളായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന സഹോദരിയെ കൊല്ലാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ കാടിൻ്റെ മകളായ ഇയാരയ്ക്ക് അപകടം മണത്തറിയാനുള്ള കഴിവുണ്ടായിരുന്നു. അവൾ ഞെട്ടി ഉണർന്നു. ഇരുട്ടിൽ നടന്നത് ഘോരമായൊരു മൽപ്പിടുത്തമായിരുന്നു. ഒടുവിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ അവൾക്ക് ആയുധമെടുക്കേണ്ടി വന്നു. നേരം വെളുത്തപ്പോൾ കണ്ടത് ഇയാരയുടെ കാലിനടിയിൽ മരിച്ചു വീണ് കിടക്കുന്ന സഹോദരന്മാരെയാണ്. വിവരമറിഞ്ഞ ഗോത്രതലവൻ ഞെട്ടിത്തരിച്ചു. പ്രിയപ്പെട്ട മക്കൾ മരിച്ചു കിടക്കുന്നു, കൊലയാളി സ്വന്തം മകൾ. അവൾ ചെയ്തത് സ്വയം രക്ഷയ്ക്കായിരുന്നെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കോപം കൊണ്ട് വിറച്ച് അദ്ദേഹം അലറി: ഇവൾ രാക്ഷസിയാണ്. സ്വന്തം കൂടപ്പിറപ്പുകളെ കൊന്ന ഇവൾക്ക് ഇനി ഈ മണ്ണിൽ ജീവിക്കാൻ അവകാശമില്ല. ഇവളെ ആമസോൺ നദിയുടെ ഏറ്റവും ആഴമുള്ള കയത്തിലേക്ക് വലിച്ചെറിയുക. നദിയിലെ മീനുകൾ ഇവളെ തിന്നട്ടെ. അങ്ങനെ റിയോ നീഗ്രോ നദിയും ആമസോൺ നദിയും ചേരുന്ന ചുഴികൾ നിറഞ്ഞ ഭാഗത്ത് അവർ അവളെ കൊണ്ടുവന്നു. കൈകാലുകൾ കെട്ടി ജീവനോടെ ആ പെൺകുട്ടിയെ അവർ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇയാര വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. അവളുടെ സങ്കടം കണ്ട് നദിയിലെ മത്സ്യങ്ങൾക്ക് മനസ്സലിഞ്ഞു. അവരാരും അവളെ ഉപദ്രവിച്ചില്ല. പൗർണമി നിലാവ് നദിയിലേക്ക് പതിച്ചപ്പോൾ ജലദേവതമാർ അവൾക്ക് പുതുജീവൻ നൽകി. പക്ഷെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നത് പഴയ ഇയാരയായിരുന്നില്ല. അവളുടെ കാലുകൾക്ക് പകരം തിളങ്ങുന്ന ചെതുമ്പലുകളുള്ള ഒരു മത്സ്യത്തിൻ്റെ വാലായിരുന്നു. അവളുടെ കറുത്ത മുടിയിഴകൾ പായൽ പോലെ പച്ച നിറമായി മാറി. കണ്ണുകളിൽ വല്ലാത്തൊരു വശ്യത നിറഞ്ഞു. അവൾ മനുഷ്യ സ്ത്രീയല്ല, മറിച്ച് അനശ്വരയായ ഒരു ജലയക്ഷിയായി മാറിക്കഴിഞ്ഞിരുന്നു. ഇന്നും ബ്രസീലിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഒരു ചൊല്ലുണ്ട്: വൈകുന്നേരങ്ങളിൽ ഒറ്റയ്ക്ക് നദിക്കരയിൽ പോകരുത്. കാരണം പാറക്കെട്ടുകൾക്ക് മുകളിൽ ഇയാര ഇരിക്കുന്നുണ്ടാകും. അവൾ തൻ്റെ നീണ്ട മുടി ചീകിക്കൊണ്ട് പാട്ടുപാടും. നമ്മുടെ നാട്ടിലെ യക്ഷികൾ പാട്ടുപാടി വശീകരിക്കുന്നത് പോലെ അതൊരു മാന്ത്രിക സംഗീതമാണ്. ആ പാട്ട് കേൾക്കുന്ന ഏതൊരു പുരുഷനും സ്വബോധം നഷ്ടപ്പെടും. അവർക്ക് പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. വള്ളം തുഴഞ്ഞ് നേരെ ഇയാരയുടെ അടുത്തേക്ക് പോകും. സുന്ദരിയായ ഇയാര അവരെ സ്നേഹത്തോടെ മാടി വിളിക്കും. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ആ യുവാക്കൾ നദിയിലേക്ക് എടുത്തു ചാടും. പിന്നെ സംഭവിക്കുന്നത് ആരും കാണാറില്ല. ഇയാര അവരെ കെട്ടിപ്പുണർന്ന് നദിയുടെ അടിത്തട്ടിലുള്ള തൻ്റെ സ്ഫടിക കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവരാരും തിരിച്ചു വരില്ല. പക്ഷെ ഇയാര വെറുമൊരു വില്ലത്തിയല്ല. നദിയെ സ്നേഹിക്കുന്നവർക്ക് അവൾ അമ്മയെപ്പോലെയാണ്. എന്നാൽ നദിയിൽ വിഷം കലർത്തുന്നവരെയും അത്യാഗ്രഹത്തോടെ കാടിനെ നശിപ്പിക്കുന്നവരെയും അവൾ വെറുതെ വിടാറില്ല.